ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പാലക്കാട് എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ്. പാലക്കാട്ട് നമ്മളിനി പോകാൻ പോകുന്നത് രാമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. രാമശ്ശേരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വെളുപ്പിന് തന്നെ എത്തി ഇവിടെ. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കുറച്ച് ദൂരം ബസ്സിന് വന്നിട്ടാണ്. പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കുറച്ച് അകത്തോട്ടാണ് ഷോപ്പ് ഉള്ളത്. രാവിലെ തന്നെ ഒരു 5 മണിയാകുമ്പോൾ തന്നെ അവർ ഓപ്പൺ ചെയ്തത്. രാമശ്ശേരി ഇഡ്ഡലി നല്ല ഫേമസ് ഒരു ഇഡ്ഡലിയാണ്. ഏകദേശം 200 വർഷത്തെ ഒരു ഹിസ്റ്ററിയുള്ള ഇഡ്ഡലിയാണ്. ദോശയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് അവരുണ്ടാക്കുന്നത്. ഈ നടന്നു വരുന്ന അമ്മയാണ് അതിൻ്റെ മെയിൻ ആൾ. ഇപ്പോഴത്തെ ഫോക്ലോർ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഭാഗ്യലക്ഷ്മി അമ്മ. എങ്ങനെയാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം. നീ ഇങ്ങനെ തുണിയുടെ മേളിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കും അല്ലേ? മോളി തട്ടായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമല്ലോ ഓരോ. പെട്ടെന്നുണ്ട്. എത്ര മിനിറ്റ് സമയം വേണം? 3 മിനിറ്റ് അല്ലേ? അപ്പോൾ പെട്ടെന്നാണ് വേവല്ലേ സാധാ ഇഡലിയെക്കാട്ടി. ഈ ഇല എന്താ? പ്ലാഞ്ചി ഇല. പ്ലാച്ചി. വേറെ ഇലയൊന്നും യൂസ് ചെയ്തില്ല, ഈ ഇല തന്നെയാണല്ലേ? പഴയലയും വെക്കാറുണ്ടല്ലേ? അടുത്ത അടുപ്പിപ്പോൾ റെഡി ആയിട്ടുണ്ടല്ലേ? ചേച്ചി ഫുൾ ഡേ ആണോ അവിടെ കുക്ക് ചെയ്യാൻ? ഫുൾ ഡേ ഉണ്ടോ? എന്തോ? ആ, അതായത് നമ്മുടെ ഭാഗ്യലക്ഷ്മി അമ്മയാണ് ഇതിൻ്റെ മുതലാളിയാണ്, ഓണറാണ്.
അപ്പം അമ്മ ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്, ഈ കടയെ പറ്റി? ഒന്നുമില്ല, പണ്ട് തൊട്ടേ ഇത് ഉണ്ടായിരുന്നു. അവിടെ കറുവട അവിടെ ഉണ്ട്. പറഞ്ഞു അമ്മ ഇവിടുത്തെ അമ്മയാണ് ഉണ്ടാക്കി. അപ്പോൾ എത്ര വർഷത്തെ പഴക്കം? 150 കൊല്ലത്തിന് മേലെ. അന്ന് തൊട്ടേ ഉണ്ടാക്കുന്നുണ്ടല്ലേ? അമ്മയ്ക്ക് അവാർഡ് കിട്ടിയില്ലേ, ഫോക്ലോർ അക്കാദമി അല്ലേ? ഓക്കെ, കടയ്ക്ക് പേരുന്നുണ്ടല്ലേ? ഓക്കെ. ഈ ഷോപ്പിൻ്റെ പേര് സരസ്വതി ടീ സ്റ്റാൾ എന്നാണ്. ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഓർഡറും ബുക്കിംഗ് എടുക്കുന്നതാണ് അവർ. ഈ കടയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. ഇവിടെ തെയ്യം ഒക്കെയാണ് അവിടുത്തെ പ്രധാന അനുഷ്ഠാനങ്ങൾ. നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് നേരം വെളുത്തു. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മലമ്പുഴ ഡാമാണ്. പിന്നെ അവിടത്തേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല ആഹാരമായിരുന്നു. ഇത് ബുക്ക് ചെയ്യുന്നതിന് കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അവർ കല്യാണത്തിനൊക്കെയുള്ള ഓർഡറൊക്കെ അവർ എടുക്കാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ.